അനാമിക ഒരു പെരുങ്കള്ളിയാണെന്ന് ദേവയാനി തിരിച്ചറിയുന്ന ആ ദിവസം വന്നെത്തി. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനാമികയുടെ എല്ലാ കളത്തരങ്ങളും വെളിപ്പെടുന്ന ഇന്നത്തെ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അനാമികയ്ക്ക് വേണു വിളിക്കുന്നുണ്ട്. വേണു പറയുന്നുണ്ട്, മോളെ അനാമികയെ അച്ഛന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അച്ഛാ, അച്ഛൻ എന്താ ഈ പറയുന്നേ? അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഈ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എവിടുന്നാ ഈ പൈസ എടുത്തു തരാ? മോളെ, നീ അങ്ങനെ പറയരുത്. നിന്നെ അങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടത് തന്നെ അച്ഛൻ്റെ എല്ലാ ബാധ്യതകളും തീർക്കാനായിട്ടല്ലേ. അച്ഛൻ ഇങ്ങനെ പറഞ്ഞ എന്താ അച്ഛൻ ചെയ്യാ? ഈ വീട്ടിലാണെങ്കിൽ പെണ്ണുങ്ങളുടെ കയ്യിലൊന്നുമല്ല പൈസ. ആണുങ്ങൾ എടുത്ത് പറഞ്ഞാൽ അവർ ആവശ്യങ്ങൾ നടത്തി തരും, അല്ലാതെ കയ്യിലാരും പൈസയൊന്നും വെക്കുന്നില്ല. അങ്ങനെ പറയല്ലേ മോളെ. ഇപ്പോൾ ഈ പൈസ കിട്ടിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിരിക്കും. അച്ഛന് നിലനിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യ, മോൾക്ക് വരെ അത് ബാധിക്കും. നിന്റെ അടുത്തോട്ട് കടക്കാരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അനന്തപുരിക്കാരെല്ലാവരും അറിയും അച്ഛൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതിനുള്ള അവസ്ഥ മോളായിട്ട് വരുത്തണോ? അച്ഛന് കഴിഞ്ഞ ആഴ്ചയല്ലേ ഞാൻ കുറച്ച് പൈസ കൊണ്ട് തന്നത്. പിന്നെ എന്താ എപ്പോഴെപ്പോഴും ഈ ചോദിക്കുന്നേ? ഇവിടെയൊന്നും ഒന്നുമില്ല അച്ഛാ. പിന്നെ അച്ഛൻ തന്ന സ്വർണം അച്ഛൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുപോയി. പിന്നെ വല്യമ്മ തന്നെ സ്വർണ്ണ, അത് പിന്നെ അന്ന് തന്നെ അച്ഛന് ഞാൻ തന്നു. ബാക്കി പിന്നെ എൻ്റെ കയ്യിൽ സേഫ് അല്ലാന്ന് കണ്ടപ്പോൾ വല്യമ്മ തന്നെ എടുത്തു വെക്കുക ചെയ്ത്. എൻ്റെ കയ്യിൽ സ്വർണം പോലും ഇല്ല അച്ഛാ. നീ എന്തിനാ പേടിക്കുന്നേ? നീ അനിയോട് ചോദിക്ക്, അനിയുടെ കയ്യിലുണ്ടായിരിക്കില്ലേ? അച്ഛന് 10,000 1000 ആണെങ്കിൽ ഞാൻ അനിയോട് ചോദിച്ച് വാങ്ങിച്ചു തന്നേനെ. ഇതിപ്പോ അച്ഛന് അങ്ങനെയല്ലല്ലോ. അച്ഛന് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെയാ എടുത്തു തരിക? ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് എന്തൊക്കെയാ ഞാൻ അച്ഛന് തന്നേന്ന് അച്ഛന് വല്ല കണക്കുണ്ടോ? മോളെ, അച്ഛനിങ്ങനെയൊക്കെ കടയുണ്ടായത് അതിൽ മോളൊരു പങ്കാ. ഉള്ളത് മൊത്തം വിറ്റുപെറുക്കിട്ടാ നിന്റെ കല്യാണമൊക്കെ നടത്തി നിന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അത് നീ മറക്കണ്ട. നീ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ബാധ്യതകളെല്ലാം തീരുമെന്നാ ഞാൻ കരുതിയത്. നീ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ മോളെ പറയാ? ഇനി അച്ഛൻ്റെ മുൻപിൽ ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്നേക്കുമായിട്ട് നിങ്ങളൊക്കെ വിട്ട് ഞാൻ അങ്ങ് പോവും. എന്താ അച്ഛാ, അച്ഛൻ ഇങ്ങനെയൊന്നും പറയല്ലേ. അച്ഛന് വേണ്ടിക്കൂടിയല്ലേ ഞാനിവിടെ സഹിച്ചു പിടിച്ച് നിൽക്കുന്നേ. ആ അനിയുടെ കൂടെ ജീവിക്കാനൊന്നും ആർക്കും പറ്റില്ല. ഏതു നേരം ആ നന്ദു നന്ദു എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഞാനിവിടെ വെറും ഒരു പാഴ് ജന്മ. എന്നാലും പോട്ടെ, ഇവിടെ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. വല്യമ്മയും അമ്മയൊക്കെ എന്നെ കാര്യമായിട്ടല്ലേ നോക്കുന്നതെന്ന് കരുതിയിട്ടാ ഞാനിവിടെ സഹിച്ചു നിൽക്കുന്നേ. പിന്നെ അത് മാത്രമല്ല, ഈ അനന്തപുരി എൻ്റെ കയ്യിലായി കഴിഞ്ഞാൽ അച്ഛന് പിന്നെ എന്ത് കുഴപ്പാ? അച്ഛന് ഒരു കുഴപ്പമില്ല. അച്ഛൻ രാജാവിനെ പോലെ വാഴിക്കാൻ എനിക്കറിയാം. അച്ഛാ, അച്ഛൻ വിഷമിക്കല്ലേ, ഞാനൊന്ന് നോക്കട്ടെ, എന്നിട്ട് അച്ഛനെ ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യാണ്. എന്നാ എവിടുന്നാ എങ്ങനെയാ പൈസ കിട്ടുക എന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിലായിരിക്കും അനാമിക. അനിയുടെ റൂമിൽ വല്ല ചെക്കോ കാര്യങ്ങളോ അനി വല്ല പൈസയും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എല്ലായിടത്തും അരിച്ചു വെറുക്കുന്നുണ്ട്. അവിടെയൊന്നും ഒന്നും കാണില്ല. അങ്ങനെ നേരെ ചെല്ലുന്നത് ദേവയാനിയുടെ റൂമിലോട്ടായിരിക്കും. നല്ല ഉറക്കത്തിലായിരിക്കും. അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, വല്യമ്മയുടെ കയ്യിലാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉള്ളത്. വല്യമ്മയുടെ എന്തെങ്കിലും ഒരു സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അറിയാൻ പോകുന്നില്ല. വല്യമ്മയാണെങ്കിൽ നല്ല ഉറക്ക. പതുക്കെ പോയിട്ട് അലമാര തുറന്ന് സ്വർണ്ണം എടുക്കാം. പെട്ടെന്ന് കണ്ടാല് വല്യമ്മയെ കാണാൻ വേണ്ടി വന്നതാണെന്ന് പറയാം. അങ്ങനെ പതിയെ പമ്മി ദേവയാനിയുടെ റൂമിലോട്ട് കയറുകയാണ്. ഇനിയിപ്പോൾ ആരും കാണണ്ടായെന്നും പറഞ്ഞ് ഡോറും അടയ്ക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കാതെ പതിയെ അലമാരയൊക്കെ തുറക്കാൻ നോക്കുമ്പോൾ ഡോറെല്ലാം അടച്ചു വെച്ചിരിക്കുകയായിരിക്കും. എവിടെ ഇപ്പം ചാവി എന്ന് നോക്കാനായിട്ട് പല സ്ഥലത്തും തിരയുന്നുണ്ടെങ്കിലും ചാവി കിട്ടുന്നില്ല. പിന്നീട് അനാമികയ്ക്ക് തോന്നുന്നുണ്ട്, ചിലപ്പോൾ തലയിണയ്ക്കടിയിലായിരിക്കും. വല്യമ്മ കിടക്കുന്ന തലയിണയ്ക്കടിയിൽ ചാവി വെച്ച് കാണുമെന്നും ഓർത്ത് അനാമിക അങ്ങ് ചെല്ലുന്നുണ്ട്. പതിയെ കൈ വെച്ചിങ്ങനെ നോക്കുമ്പോൾ ചാവി അവിടെ ഇരിക്കുന്നുണ്ട്. ചാവി എടുത്ത് മിണ്ടാതെ പോയി അലമാര തുറക്കാണ്. എന്നാ അലമാര തുറന്ന് കാണുമ്പോൾ ഒരുപാട് സ്വർണം കാണും. വിലമതിക്കാനാവാത്ത രത്നങ്ങളും സ്വർണങ്ങളും എല്ലാം കാണുമ്പോൾ അനാമയുടെ കണ്ണ് മഞ്ഞളിക്കാണ്. കുറച്ചു നേരം ആ സ്വർണത്തിലോട്ട് അനാമിക എങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് സ്വർണം കൂടുതൽ എടുത്താലും വല്യമ്മ അറിയാൻ പോകുന്നില്ല എന്ന് കരുതിയിട്ട് ശബ്ദം ഉണ്ടാക്കാതെ ഒരു ബോക്സിലോട്ട് വേണ്ട ആഭരണങ്ങളെല്ലാം എടുത്തു മാറ്റുന്നുണ്ട്. പെട്ടെന്ന് കൈ തട്ടി അതെല്ലാം താഴോട്ടങ്ങ് വീഴാണ്. ഈ ഒച്ചയില് ദേവയാനി എഴുന്നേൽക്കുന്നുണ്ട്. പെട്ടെന്ന് കാണുന്നത് അനാമിക അലമാര തുറന്ന് സ്വർണ്ണം എടുക്കുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, എന്താ അനാമികേ, നീ എന്താ എൻ്റെ റൂമ് കാണിക്കുന്നേ? അലമാരയിൽ നിന്ന് നീ എന്താ എടുക്കുന്നേ എന്ന്. അത് പിന്നെ വല്യമ്മേ, അത് എന്താ നീ എന്താ ഇങ്ങനെ പരുങ്ങുന്നേ? പറ, എന്തിനാ നീ എൻ്റെ അലമാര തുറന്നേ? എൻ്റെ സ്വർണ്ണങ്ങൾ എന്തിനാ നീ എടുത്തേ? ഞാൻ വല്യമ്മയുടെ സ്വർണം കാണാനായിട്ട് വന്നതാ. വല്യമ്മ നല്ല ഉറക്കായിരുന്നു. അപ്പോൾ വല്യമ്മയ്ക്ക് ഒരുപാട് ഗോൾഡ് കളക്ഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കാണാനായിട്ട് ഞാൻ തന്നെ അലമാര തുറന്ന് നോക്കിയതാ. കള്ളത്തരം ചെയ്തിട്ട് നീ പച്ചക്കള്ളം പറയുന്നോ? ഞാനത് വിശ്വസിക്കില്ല. എൻ്റെ ചാവി എൻ്റെ തലേണയ്ക്കടിയില്ല. അതും എടുത്ത് അലമാറയും തുറന്ന് സ്വർണ്ണം നോക്കേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ദേവയാനി എടുത്തോട്ട് ചെല്ലാണ്. ഈ സമയത്ത് ജാനകി വരുന്നുണ്ട്. എന്താ എടുത്തി, എന്താ ഇവിടെ ഒരു ബഹളം? എന്താ നിന്റെ മരുമകൾ ചെയ്തത് കണ്ടോ? എൻ്റെ അലമാറ തുറന്ന് അവള് സ്വർണ്ണം എടുത്തിരിക്കുക.
പെട്ടെന്ന് ജാനകിയൊന്നും ഞെട്ടുന്നുണ്ട്. അനാമികയോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ചെയ്തത്? ഏട്ടത്തിയുടെ അലമാര എന്തിനാ നീ തുറന്നത്? അതിനെന്തിനാ നീ സ്വർണ്ണം എടുത്ത്? അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കാണാനാണെന്ന്. കാണാനോ? സത്യം പറയടി, നീ എന്തിനാ സ്വർണ്ണം എടുത്തേ എന്ന് ദേഷ്യത്തോടു കൂടി ദേവയാനി ചോദിക്കുകയാണ്. നിന്റെ വീട്ടില് ഒരുപാട് സ്വത്തും പണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വെറും കള്ളാണ് അല്ലേ? നീ കള്ളത്തിനാണോ ഞങ്ങളെടുത്ത് പറഞ്ഞത്? സത്യം പറഞ്ഞോ? ദേവയാനി ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ അനാമിക ഒന്ന് പേടിക്കുന്നുണ്ട്. അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, അത് പിന്നെ വല്യമ്മേ, ഞാൻ എൻ്റെ അച്ഛന് കൊടുക്കാനായിട്ട് എടുത്തതാ. അച്ഛന് കൊടുക്കാനായിട്ട്? എൻ്റെ സ്വർണ്ണോ? അച്ഛന് കുറച്ച് ബിസിനസ്സിലെ കടം വന്നു. ഇപ്പൊ ഒന്ന് റോൾ ചെയ്യാനായിട്ട് കുറച്ച് പൈസ കൊടുക്കുകയാണെങ്കിൽ തിരിച്ചു തരാ എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ ഒന്നുമില്ലാത്ത കാരണാ ഞാൻ വല്യമ്മയുടെ സ്വർണ്ണം എടുക്കാൻ വേണ്ടി വന്നത്. നാണുണ്ടോടി നിനക്ക് എൻ്റെ സ്വർണ്ണം എടുത്ത് നിന്റെ അച്ഛന് കൊടുക്കാനായിട്ട്? എനിക്ക് വേറെ മാർഗമൊന്നും കണ്ടില്ല വല്യമ്മേ, അതുകൊണ്ടാ. കൊള്ളാം, ഇപ്പോഴേ എനിക്ക് മനസ്സിലായത് നീ പെരും കള്ളിയാണെന്ന്. നിന്റെ കള്ളത്തരം ഞാൻ കയ്യോടെ പിടിച്ചല്ലോ. അങ്ങനെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാനേ അച്ഛൻ്റെ അടുത്ത് പോയി പറയട്ടെ. എല്ലാവരും മുൻപില് നീ തല കുനിച്ച് നിൽക്കുമ്പോഴേ നിനക്കിതിന്റെ കാര്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. എന്തായാലും ഞാൻ അച്ഛൻ്റെ അടുത്ത് പോയി പറയട്ടെ എന്നും പറഞ്ഞ് ചെല്ലാൻ നേരത്ത് ജാനകി ദേവിയാനിയെ വിളിക്കുന്നുണ്ട്. ഏട്ടത്തി, ഏട്ടത്തി ഒന്ന് നിൽക്ക്. ഏട്ടത്തി പെട്ടെന്ന് പോയി അച്ഛൻ്റെ അടുത്ത് പറയരുത്. അത് വലിയ മോശ. എൻ്റെ മരുമകള് ഇങ്ങനെ ചെയ്തു എന്ന് അറിഞ്ഞാൽ അത് എനിക്കും കൂടെ മോശത്തരല്ലേ ഏട്ടത്തി? എനിക്ക് വേണ്ടി ഏട്ടത്തി ഒരു തവണ ക്ഷമിക്ക്. പിന്നെ അത് മാത്രല്ല, ഏട്ടത്തി കൂടെ ഇവളെ തലയിൽ കയറ്റി വെച്ചതാ. നയനയെ അത്രയും താഴ്ത്തി കെട്ടി ഏട്ടത്തി സംസാരിക്കുമ്പോഴും അനാമിക എൻ്റെ മരുമകളാണെന്ന് ഏട്ടത്തി പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ഏട്ടത്തിക്ക് കൂടെ മോശമല്ലേ? അതിന്റെ തെറ്റാ. ഞാൻ എൻ്റെ മരുമകളെ തള്ളിക്കളഞ്ഞ് ഇവളെ സ്നേഹിച്ചത് വലിയ തെറ്റായിപ്പോയി. ഞാൻ എന്തായാലും ഇത് അച്ഛൻ്റെ അടുത്ത് പറയും. ഏട്ടത്തി, എനിക്ക് വേണ്ടി ഒരു തവണ ക്ഷമിക്കുക ഏട്ടത്തി. ഞാൻ ഏട്ടത്തിയുടെ കാല് പിടിക്കാം. വേണ്ട ജാനകി, ഞാൻ ഇത്തവണത്തേക്ക് ക്ഷമിക്കാം. പക്ഷേ ഇതിവളെ ആവർത്തിച്ചാ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക എന്നും പറഞ്ഞ് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാ ജാനകി അനാമികയുടെ അടുത്തോട് ചെല്ലുന്നുണ്ട്. നിന്റെ എല്ലാ കള്ളത്തരങ്ങളും എനിക്ക് മുന്നേ മനസ്സിലായതാ. എന്നിട്ടും ഞാൻ ക്ഷമിച്ചത് എൻ്റെ മകൻ്റെ ഭാര്യയല്ലേ എന്ന് കരുതിയിട്ടാ. ഇനി ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ഏടത്തിയുടെ കാല് പിടിക്കേണ്ടി വന്നു. ഇനി നീ ഒരു കള്ളം ചെയ്താ ഈ വീടിൻ്റെ പടിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. എൻ്റെ മകൻ്റെ ഭാര്യ എന്നുള്ള സ്ഥാനം ഞാനങ്ങ് ഇല്ലാതാക്കും. നീ അത് മറക്കണ്ട. ഇതും പറഞ്ഞ് ജാനകിയും അവിടെ നിന്ന് പോവാണ്. കരഞ്ഞുകൊണ്ട് അനാമിക നിൽക്കാണ്. അനാമിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഇപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. ഇനി ഈ വീട്ടില് ആരെയും വിശ്വസിപ്പിക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഈ അച്ഛൻ കാരണ എല്ലാ പ്രശ്നവും ഉണ്ടായത്. ഞാൻ അച്ഛന് വേണ്ടിയല്ലേ സ്വർണ്ണം എടുക്കാനായിട്ട് അലമാര തുറന്നത്. എന്തോ ഭാഗ്യത്തിന് എല്ലാ സത്യങ്ങളും പറഞ്ഞില്ല. ഈ ഒരു ആവശ്യത്തിന് എടുത്തെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. അല്ല, എൻ്റെ അച്ഛന് ഒരു ദരിദ്രവാസിയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെന്തായിരിക്കും പ്രതികരിക്കുക? ഭഗവാനെ, എൻ്റെ ജീവിതം ഇതോടെ കഴിഞ്ഞേനെ. അങ്ങനെ അനാമിക റൂമിൽ പോയി അച്ഛനെ വീണ്ടും വിളിക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് ഇക്കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ വേണുവിൻ്റെയും രേവതിയുടെയും അനാമികയുടെയും എല്ലാ കള്ളത്തരങ്ങളും ദേവയാനിയും ജാനകിയും അറിയുന്നുണ്ട്. പിന്നീട് ദേവയാനി നയനയെ സ്നേഹിക്കാൻ തുടങ്ങുകയാണ്. നല്ലൊരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ടാറ്റാ.